ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മൾ മുകുന്ദമാല സ്തോത്രമാണ് അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 3 ശ്ലോകങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് 4-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 4-ാമത്തെ ശ്ലോകം നോക്കാം നമുക്ക്. മുകുന്ദ മൂർധ്ന പ്രണിപത്യയാചേ ഭവന്തമേകാന്തമിയന്തമർത്ഥം അവിസ്മൃതിസ്ത്വച്ചരണാരവിന്ദേ ഭവേ ഭവേ മേസ്തു ഭവത്പ്രസാദാത്. അവിടെ പറയണു, ഹേ മുകുന്ദ, മോക്ഷാനുഭൂതിയെ നൽകി അനുഗ്രഹിക്കുന്ന ഭഗവാനെ, അല്ലയോ മോക്ഷപ്രദനായ ഭഗവാനെ, മൂർധ്ന ശിരസ്സുകൊണ്ട്, പ്രണിപത്യ നമസ്കരിച്ചുകൊണ്ട്. അപ്പോൾ അവിടെ മൂർധ്ന പ്രണിപത്യ, ശിരസ്സുകൊണ്ട് ആരെ നമസ്കരിക്കുന്നത്? ഭഗവാനെ. അതുകൊണ്ട് അവിടെ നിന്തിരുവടിയെ, അങ്ങയെ എന്ന് അന്വയിക്കണം. അങ്ങയെ നമസ്കരിച്ചുകൊണ്ട് ഭവന്തം അങ്ങയോട്, അവിടത്തോട്, ഭവാനോട്, ഇയന്തം ഏകാന്തം അർത്ഥം യാചി, ഈ അത്യുത്കൃഷ്ടമായ വരം ഞാൻ യാചിക്കുന്നു. എന്താണ് യാചിക്കുന്നത്? ഭവേ ഭവേ, ഓരോ ജന്മത്തിലും, ജന്മം തോറും, ത്വച്ചരണാരവിന്ദേ അവിസ്മൃതി, നിന്തിരുവടിയുടെ പാദകമലങ്ങളിൽ ഒരിക്കലും മറവിയില്ലായ്മ ഉണ്ടാവട്ടെ, അതല്ലെങ്കിൽ ഓർമ്മയുണ്ടാകട്ടെ, അല്ലെങ്കിൽ ഒരിക്കലും മറവി സംഭവിക്കാതിരിക്കട്ടെ. ഭവത് പ്രസാദാത്, അവിടുത്തെ അനുഗ്രഹത്താൽ, മേ എനിക്ക്, അസ്തു അതുണ്ടാകുമാറാകണം. അപ്പോൾ അവിടെ പറയാണ്, അല്ലയോ ഭഗവാനെ, ഞാൻ അങ്ങയുടെ കാൽക്കൽ ദണ്ഡ നമസ്കാരം ചെയ്ത് ഒരു കാര്യം മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. എന്താണത്? ജന്മജന്മാന്തരങ്ങളിലും അങ്ങയുടെ പാതാരവിന്ദങ്ങളെപ്പറ്റിയുള്ള സ്മരണ എന്നിൽ നിലനിർത്തണമേ. ഭഗവാനോട് ഭൗതികങ്ങളായിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാതെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ എപ്പോഴും ഓർമ്മിക്കുവാനുള്ള കഴിവുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ശരിയായ ഭക്തി. ഭഗവത് പാതാരവിന്ദ സ്മരണം മാത്രമാണ് സംസാരബന്ധമോചനത്തിനുള്ള ഏകമാർഗമെന്ന് അറിയുന്നവനാണ് ശരിയായ ഭക്തൻ. അതുകൊണ്ട് ഇവിടെ എത്ര ജന്മമുണ്ടായാലും ആ ജന്മങ്ങളിലെല്ലാം ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ സ്മരിക്കാൻ സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി നമ്മൾക്ക് 5-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. നാഹം വന്ദേ തവ ചരണയോർദ്വന്ദ്വമദ്വന്ദ്വഹേതോഃ കുംഭീപാകം ഗുരുമപി ഹരേ നാരകം നാപനേതും രമ്യാ രാമാ മൃദുതനുലതാ നന്ദനേ നാഭിരന്തും ഭാവേ ഭാവേ ഹൃദയഭവനേ ഭാവയേയം ഭവന്തം. ഹരേ ഹരേ, ഭഗവാനെ വിളിക്കുകയാണ്. അല്ലയോ ഭഗവാനെ, എന്തിനെ ഹരിക്കുന്നവനാണ്, എന്തിനെ നശിപ്പിക്കുന്നവനാണ്? സകലവിധ സംസാര വാസനകളെയും നശിപ്പിച്ച് അനുഗ്രഹിക്കുന്ന ഹരേ, ഭഗവാനെ, അഹം ഞാൻ, തവ അങ്ങയുടെ, നിന്തിരുവടിയുടെ, ചരണയോഹോ ദ്വന്ദ്വ പാതാരവിന്ദങ്ങളെ വന്ദേ നമസ്കരിക്കുന്നു. അതെന്തിനാണ്? പറയാണ്,
അദ്വന്ദ്വഹേതോന, ദ്വന്ദ്വങ്ങൾ ഇല്ലാതായി തീരാനല്ല. ദ്വന്ദ്വങ്ങൾ നമുക്കറിയാം, ശീതോഷ്ണങ്ങൾ, സുഖദുഃഖങ്ങൾ, ജന്മമരണങ്ങൾ, വിശപ്പ്, ദാഹം, രാഗം, ദ്വേഷം, ഇങ്ങനെ അനേകം ദ്വന്ദ്വങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാതായി തീരാനല്ല ഞാൻ അങ്ങയുടെ ആ പാതാരവിന്ദങ്ങളെ നമസ്കരിക്കുന്നത്. വീണ്ടും പറയുന്നു, ഗുരും അപ്പി, അതികഠിനമായ വലുതായ കുംഭീപാകം നാരകം, കുംഭീപാകം എന്ന നരകത്തിലെ ശിക്ഷ അനപേതും ന, അത് ഒഴിവാക്കി കിട്ടാനുമല്ല. കുംഭീപാകത്തിലെ ശിക്ഷ എണ്ണയിലിട്ട് വറുക്കലാണത്രേ. അപ്പം അത് ഒഴിവാക്കി കിട്ടാനല്ല ഞാൻ അങ്ങയുടെ പാതാരവിന്ദങ്ങളെ നമസ്കരിക്കുന്നത്. വീണ്ടും പറയുന്നു, രമ്യാ രാമ മൃദു തനുലതാ നന്ദനെ, പരമസുന്ദരിമാരായിട്ടുള്ള അപ്സര സ്ത്രീകളോടൊന്നിച്ച് സ്വർഗത്തിലെ നന്ദനോദ്യാനത്തിൽ അഭിരന്തും ന, അഭിരമിക്കാനുമല്ല സുഖിക്കാനുമല്ല. പിന്നെ എന്തിനാണ് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിക്കുന്നത് ഞാൻ? ഭാവേ ഭാവേ, മനസ്സിൽ ഓരോ വൃത്തികളും പൊങ്ങി മറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ എപ്പോഴും ഇങ്ങനെ വന്നും പോയും കൊണ്ടിരിക്കും. പലതരത്തിലുള്ള കാമനകൾ ഇങ്ങനെ വന്നും പോയും കൊണ്ടിരിക്കും അല്ലേ? അപ്പം അങ്ങനെ ഓരോ വൃത്തികളും പൊങ്ങി മറയുമ്പോഴും ഹൃദയഭവനെ, എൻ്റെ ഹൃദയമാകുന്ന ശ്രീകോവിലിൽ അയം ഭവന്തം, ഈ അങ്ങയെ ഭാവയെ ധ്യാനിക്കാൻ കഴിയണം, അതിനെന്നെ അനുഗ്രഹിക്കണം. അപ്പോൾ ഇവിടെ ഭഗവാനെ ദ്വൈതങ്ങളിൽ നിന്ന് രക്ഷ നേടാനല്ല, അല്ലെങ്കിൽ മഹത്തായ നരകവാസം ഇല്ലാതാക്കുവാനോ അല്ല, ഉദ്യാനത്തിൽ സുന്ദരിമാരുമൊത്ത് വിഹരിക്കുവാനോ അല്ല ഞാൻ അങ്ങയെ എൻ്റെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നത്. പറയാണ്, ഭൗതികങ്ങളായ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയല്ല ഭഗവാനെ ഭജിക്കേണ്ടത് എന്ന് ഈ ശ്ലോകത്തിൽ വളരെ വ്യക്തമാക്കി. ആധ്യാത്മിക സാക്ഷാത്കാരമാണ് ഈശ്വര ഭജനത്തിൻ്റെ ലക്ഷ്യം. നമ്മുടെ ജപധ്യാനങ്ങളെല്ലാം അതിനു മാത്രം വേണ്ടിയായിരിക്കണം എന്ന് പറയുകയാണ്. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. 6-ാമത്തെ ശ്ലോകം. നാസ്ഥാധർമ്മേ ന വസുനിചയേ നൈവ കാമോപഭോഗേ യദ്യദ്ഭവ്യം ഭവതു ഭഗവൻ പൂർവകർമാനുരൂപം ഏതത് പ്രാർത്ഥ്യം മമ ബഹുമതം ജന്മ ജന്മാന്തരേപി ത്വത്പാദാംഭോരുഹ യുഗഗതാ നിശ്ചലാ ഭക്തിരസ്തു. ധർമ്മേ, ധർമ്മത്തിൽ, അതല്ലെങ്കിൽ ധർമ്മമാകുന്ന പുരുഷാർത്ഥം സമ്പാദിക്കുന്നതിൽ, ആസ്ഥാന, എനിക്കാഗ്രഹമില്ല, വസുനിചയേ ന, ധനം സമ്പാദിക്കുന്നതിലും അല്ലെങ്കിൽ ധനം കൂട്ടിവെക്കുന്നതിലും ആഗ്രഹമില്ല. അതായത് അർത്ഥമാകുന്ന പുരുഷാർത്ഥത്തിലും എനിക്ക് ആഗ്രഹമില്ല. പിന്നെ പറയുന്നു, കാമോപഭോഗേ ന ഏവ, ശാരീരിക സുഖങ്ങൾ അനുഭവിക്കുന്നതിലും അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ അനുഭവിക്കുന്നതിലും ആശയില്ല. അതായത് 3-ാമത്തെ പുരുഷാർത്ഥം, കാമമാകുന്ന പുരുഷാർത്ഥത്തിലും ആശയില്ല. ഭഗവൻ, അല്ലയോ ഭഗവാനെ, പൂർവകർമാനുരൂപം, എൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങളനുസരിച്ച്, മുമ്പ് ചെയ്തിട്ടുള്ള കർമ്മങ്ങളനുസരിച്ച്, യത് യത് ഭവ്യം, എന്തെല്ലാം ഞാൻ അനുഭവിക്കണമോ, തത് ഭവതു, അത് സംഭവിച്ചു കൊള്ളട്ടെ. മമ ബഹുമതം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ സമ്മതമായിട്ടുള്ളതും, പ്രാർത്ഥ്യം ഏതത്, അവിടത്തോട് അപേക്ഷിക്കേണ്ടതുമായി, ഏതത്, ഇത് മാത്രമാണ് ഉള്ളത്, ഇത് മാത്രമേ ഉള്ളൂ. എന്താണത്? ജന്മജന്മാന്തരേ അപ്പി, ഓരോ ജന്മങ്ങളിലും എനിക്ക് ത്വത്
പാദാംഭോരുഹ യുഗഗത, നിന്തിരുവടിയുടെ 2 പാദകമലങ്ങളെ ആശ്രയിച്ചതും നിശ്ചല അചഞ്ചലവുമായിട്ടുള്ള ഭക്തി അസ്തു, ഭക്തി ഉണ്ടാകണേ, അല്ലെങ്കിൽ ഭക്തി ഉണ്ടാകുമാറാകണേ. ഈ ജന്മത്തിലും അടുത്ത ജന്മങ്ങളിലുമൊക്കെ അങ്ങയുടെ 2 പാതാരവിന്ദങ്ങളിൽ ഇളകാത്ത നിശ്ചല ഇളകാത്ത ഭക്തി ഉണ്ടാവണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പറയുകയാണ്, അല്ലയോ ഭഗവാനെ, എനിക്ക് ധർമ്മത്തിലോ ധനം കൂട്ടിവെക്കുന്നതിലോ ആഗ്രഹങ്ങൾ അനുഭവിക്കുന്നതിലോ ഒന്നും ഒരു ആശയമില്ല. അതെല്ലാം എൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ച് വരും പോലെ അങ്ങോട്ട് വന്നുകൊള്ളട്ടെ. എനിക്ക് അങ്ങയോട് ഒന്നു മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. ജന്മജന്മാന്തരങ്ങളിൽ പോലും അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാവട്ടെ. നമ്മുടെ ജീവിതാനുഭവങ്ങളെ മാറ്റിമറിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് അതെല്ലാം വരുന്ന വിധത്തിൽ വന്നോളട്ടെ. ഏതു കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും മനഃശാന്തിക്ക് കാരണമാക്കി തീർക്കണമെങ്കിൽ അതിനുള്ള ഒരേയൊരു മാർഗം എന്താണ്? ഭഗവാനിലുള്ള അചഞ്ചലമായ ഭക്തി മാത്രമാണ്. അതുകൊണ്ടാണ് സാധകൻ എന്നും ആ അചഞ്ചലമായ ഭക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. എത്ര ജന്മങ്ങളുണ്ടെങ്കിലും ആ ജന്മങ്ങളിലെല്ലാം ഭക്തിയുണ്ടെങ്കിൽ ഒരനുഭവങ്ങളും ഒന്നും നമുക്ക് ദുഃഖകരമായിട്ട് തീരുകയില്ല എന്ന് പറയുന്നു. നമ്മൾ ഭാഗവതത്തിൽ കണ്ടിട്ടുണ്ട്. 12-ാമത്തെ സ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകം, ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോ യഥ പ്രഭോ. ഹേ പ്രഭോ, ഏതൊന്ന കാരണമായിട്ട് നിന്തിരുവടി ഞങ്ങളുടെ നാഥനായിരിക്കുന്നുവോ, ഇതു കാരണം ഏതേതു ജന്മമെടുത്താലും ഹേ യോഗേശ, അങ്ങയുടെ പാദപത്മങ്ങളിൽ എപ്രകാരം ഭക്തി ലഭിക്കുമോ ആ വിധത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മളുടെ ഒക്കെ പ്രാർത്ഥന ഇങ്ങനെ തന്നെ ആയിത്തീരട്ടെ. ആ പാദപത്മങ്ങളിൽ എന്നും എല്ലാ ജന്മങ്ങളിലും ഭക്തി ഉണ്ടാവാൻ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. അതിനായിക്കൊണ്ട് ആ പാദകമലങ്ങളിൽ വീണ് നമുക്ക് നമസ്കരിക്കാം. തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഇങ്ങനെ പഠിച്ചു പോവാം. ഈ ശ്ലോകങ്ങൾ, ഈ സ്തോത്രമാലയിലെ ഈ പുഷ്പങ്ങൾ ഭഗവാന്റെ പാദകമലങ്ങളിൽ സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ